മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനുള്ള വഴിയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളുടെ പൊരുത്തവും വാങ്ങണം, മരിച്ചവരുടെ പൊരുത്തവും വാങ്ങണം. ആദ്യം മരണപ്പെട്ടവരെ കുറിച്ച് പറയാം. മരണപ്പെട്ട മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒന്ന്, വല്ല അബദ്ധങ്ങളും നമ്മുടെ ഓർമ്മയിൽ അവരോടായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് സിയാറത്ത് ചെയ്തിട്ട് പൊരുത്തപ്പെടുന്ന അർത്ഥത്തിൽ അവർക്ക് വേണ്ടി ഒരുപാട് ഖൈറാത്ത് ചെയ്യണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതൊക്കെ ഹദിയ ചെയ്ത് ദുആ ചെയ്ത് അള്ളാഹുവിനോട് നമ്മൾ ദ്വാരുന്നാൽ ഒരു പക്ഷെ പൊരുത്തം കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മാതാപിതാക്കളോട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയാൽ ഒരു പക്ഷെ നമുക്ക് പൊരുത്തം കിട്ടും. അതേസമയത്ത് ഉസ്താദുമാരോട് അദബുകേട് സംഭവിച്ചാൽ ഖബറിൻ്റെ അടുത്ത് എവിടെ പോയിട്ടും കാര്യമില്ല. അതുകൊണ്ട് അബദ്ധം സംഭവിക്കാതെ ശ്രദ്ധിക്കണം എന്ന് ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മൂജിബു ദാരിസ്സലാം എന്ന ഗ്രന്ഥത്തിൽ ഇമാം നാസിർ റളിയല്ലാഹു അൻഹു അക്കാര്യം വിശദമായി പറയുന്നുണ്ട്. രണ്ടാമത്തത്, മാതാപിതാക്കളുടെ സുഹൃത്തുക്കൾ, അവരുടെ വഴി വന്ന കുടുംബങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പോൾ ഉപ്പൻ്റെ ജ്യേഷ്ഠൻ മൂത്താപ്പ, ഉമ്മയുടെ ജ്യേഷ്ഠത്തി മൂത്തമ്മ. ഈ ബന്ധം നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. ഉപ്പ ഇല്ലെങ്കിൽ ആ ബന്ധമില്ലായിരുന്നു, ഉമ്മ ഇല്ലെങ്കിൽ ആ ബന്ധമില്ല. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം ആ ബന്ധം തുടരണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ ബന്ധം തുടരണം. ഇളയപ്പ മൂത്താപ്പന്മാരോടൊക്കെ ഭയങ്കര ബന്ധമായിരിക്കണം. ഉപ്പ ബഹുമാനിച്ച എല്ലാവരെയും ബഹുമാനിക്കണം, ഉപ്പ സ്നേഹിച്ച എല്ലാവരെയും സ്നേഹിക്കണം. പണ്ട് റമദാനിലൊക്കെ അവർ വന്നാൽ ഉമ്മ പ്രത്യേകം എല്ലാവർക്കും 10 രൂപ കൊടുക്കുന്നെങ്കിൽ അവർക്കൊരു 100 രൂപ കൊടുക്കുന്നത് ഈ മോള് കണ്ടിട്ടുണ്ട്. എന്നാൽ ആ ഉമ്മനോട് ബഹുമാനം സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് ആ 100 കൊടുക്കണം. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ആ ഉപ്പൻ്റെ ഉമ്മൻ്റെ പൊരുത്തം കിട്ടാനുള്ള ഒരു വസീലയാണ്. മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടാതെ, ഇഷ്ടം കിട്ടാതെ ഒരു മനുഷ്യനും സ്വർഗത്തേക്ക് പോവില്ല, ഒരാളും പോവില്ല. അതേത് ഖാദി ഖുലാത്തായിട്ടും കാര്യമില്ല, ഏത് ആലിമുൽ അല്ലാമയായിട്ടും കാര്യമില്ല, എത്ര വലിയ ആബിദായിട്ടും കാര്യമില്ല. ഉപ്പൻ്റെ ഉമ്മൻ്റെ പൊരുത്തം വാങ്ങാതെ സ്വർഗം കിട്ടൂല. രാവിലെ തന്നെ സ്വർഗത്തിലെ 2 ഡോർ ഓപ്പൺ ആക്കി വെക്കും. എന്തിനാണെന്നറിയോ? ഉപ്പൻ്റെ ഉമ്മൻ്റെ പൊരുത്തം വാങ്ങിയവർക്ക് വാം വെൽക്കം, സ്വാഗതം പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളുടെ ഇഷ്ടം വാങ്ങണം. 6 കാര്യങ്ങളാണ് ഉപ്പൻ്റെ ഉമ്മൻ്റെ പൊരുത്തം വാങ്ങലിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. 1, അവരെക്കാൾ ശബ്ദം ഉയർത്തിയിട്ട് ഒരു തവണ പോലും സംസാരിക്കരുത്. അത് ഒന്നാമത്. ഒന്ന് ഒച്ചത്തി പറയോ, റേഞ്ചിലുള്ളടുത്ത് നിൽക്കുമെന്നുള്ള ചില ആൾ ചോദിക്കുന്നതൊക്കെ. മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു എങ്ങനെയാണെന്നറിയോ സംസാരിക്കൽ? ഉമ്മ അടുത്തുണ്ടെങ്കിൽ ഓർക്കെന്തോ രോഗം പിടിച്ച പോലെയാണ്, ഓർ മിണ്ടൂലാന്ന്. രോഗം പിടിച്ച പോലെയാണെന്ന് ഓരോ പങ്ങള് പറയുന്നുണ്ട്. ഇനി അഥവാ സംസാരിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെയാ സംസാരിക്കുക? ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഉമ്മ പോയാൽ ഈ മഹാൻ പങ്ങളോടേക്ക് അത്ര ഉമ്മ എന്താ പറഞ്ഞേ? അപ്പൊ ഇക്കാക്കൊന്നും കേട്ടിട്ടില്ലേ? ഇല്ല. പിന്നെ നാക്കിയത് അത് ഉമ്മാനെ കൊണ്ട് ഒന്നും കൂടി പറയിപ്പിച്ചാൽ സൗണ്ട് കൂടിപ്പോന്ന് പേടിയാന്ന്. പിന്നെ ഒന്നുകൂടി പറയിപ്പിക്കൽ ഒരു അദബുകേടല്ലേ? ഉമ്മ പറഞ്ഞെന്നെ പറഞ്ഞുകൊടുക്കൽ, അത് പേടിച്ചിട്ടാണ്. യാ റബ്ബേ. മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ഹദീസ് പണ്ഡിതനാ. ലോകത്ത് സ്വപ്ന വ്യാഖ്യാനത്തിൽ ഓറെ കഴിഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയും വലിയ പണ്ഡിതനാ. ഒരു ഉമ്മൻ്റെ അടുത്ത് രോഗിയെ പോലെ സംസാരിച്ചു എന്നാ. ബുഖാരി ഇമാമിന്റെ ഉസ്താദിനെ കുറിച്ച് ചരിത്രത്തിലുണ്ട്. ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കൂല. എന്താ കാരണം എന്ന് വെച്ചാൽ പറയും, അത് ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നാല് ഉമ്മ കഴിക്കണം എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുമല്ലോ, ഓറഞ്ചിന്റെ ഒരു ചെറിയ കഷ്ണം, ആപ്പിളിന്റെ കഷ്ണം, അല്ലെങ്കിൽ ഒരു മത്സ്യം പൊരിച്ചത്, ഒക്കെ അത് ഉമ്മ കഴിക്കണം എന്ന് വിചാരിച്ചതാ. ഉമ്മാന്റെ ആഗ്രഹം അറിയാതെ ഞാൻ അത് എടുത്ത് തിന്നാല് ഉമ്മ ആഗ്രഹിച്ച് ഞാൻ തിന്നലാവൂലേ, അദബുകേടാവോന്ന് പേടിച്ചിട്ട് ഞാൻ ശേഷം തിന്നോളാം. ഇതാ ഇന്നലകളിൽ ജീവിച്ച മഹത്തുക്കളുടെ ജീവിതം കുട്ടികളെ. അതാണ് ഒന്നാമത്തത്. ഉമ്മയേക്കാൾ ശബ്ദം ഉയർത്തിയിട്ട് ജീവിതത്തിൽ ഒന്നും സംസാരിക്കരുത്. നല്ല പേടി വേണം, നമ്മളെ അമല് പൊളിഞ്ഞു. തമാശ കളിയല്ല. മാതാപിതാക്കളെ വിഷയത്തിൽ അല്ലാഹു ഒരു കൺസെഷനും തരൂല.
അതുകൊണ്ടാണ് അള്ളാഹ് ഇബാദത്ത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് ആ വിഷയം അള്ളാഹ് പറയും. അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്തോളണം, എനിക്ക് മാത്രമല്ല വലിവാലിദൈക്ക്, നിങ്ങളെ മാതാപിതാക്കൾ. അതിനാ ഒന്നിച്ചു പറയണത്. സക്കാത്ത് നിസ്കാരം എന്ന് പറയാൻ അറിയാറ്റ. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യ, എനിക്ക് മാത്രമേ നിങ്ങൾ ഇബാദത്ത് എടുക്കാൻ പറ്റൂ. ശിർക്ക് ചെയ്യരുത് എന്നാ പറയണത്. തൊട്ട് ശേഷം എന്താ പറയണത്? വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ മറ്റേത് അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. എന്താണ് ഇതിന്റെ ഗൗരവം? നമുക്ക് തോന്നുന്ന പോലെ ജീവിക്കലല്ല ഇസ്ലാം. ഇസ്ലാം പറഞ്ഞ അനുസരിച്ച് ജീവിക്കുമ്പോഴാ ഒരു മുസ്ലിം രൂപപ്പെടുക. മാതാപിതാക്കൾ നമ്മുടെ ഏറ്റവും വലിയവരായിരിക്കണം. നമ്മളെക്കാൾ അറിവ് കുറവായിരിക്കും, ഇബാദത്ത് കുറവായിരിക്കും. പക്ഷേ എന്തു പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ സ്വർഗത്തിന്റെ ചാവി ഒരിടത്തുള്ളത്. സ്വർഗത്തിൽ എന്തെല്ലാം ഉള്ളതെന്ന് ചിലപ്പോൾ നമുക്കായിരിക്കും കൂടുതൽ അറിയാം. ചാവി ഓരോ കയ്യിലാണ് ഉള്ളത്. അതില്ലാണ്ട് ഉള്ളിലെത്തൂല. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ബുഖാരി ഇമാമിന്റെയും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ഉസ്താദുമാരിൽപ്പെട്ട വലിയൊരു ഹദീസ് പണ്ഡിതന്റെ ചരിത്രം ഹാഫിള് ഇബ്നുൽ ജൗസി തങ്ങൾ പറയുന്നുണ്ട്. ഓരോ ഉമ്മ വിളിച്ചത്രേ. എന്തോ ഉമ്മ വെച്ചിട്ട് ഉമ്മാൻ്റെ അടുത്ത് ഈ മഹാൻ പോയി ആവശ്യം നിർവഹിച്ചു കൊടുത്തു. തിരിച്ച് റൂമിലെത്തുമ്പോൾ മഹാൻ ചിന്തിച്ചു, ഞാൻ നേരത്തെ ഉമ്മാക്ക് ഉത്തരം കൊടുത്തപ്പോൾ എന്തേന്ന് വെച്ചത് കുറച്ച് സൗണ്ട് കൂടിപ്പോയില്ലേ, അല്ലാ ഞാനിപ്പോൾ എന്താ ചെയ്യാം, എൻ്റെ അമല് പൊളിഞ്ഞു പോകും. പേടിച്ചു. ഉടനെ ആ മഹാൻ ടൗണിൽ പോയിട്ട് 2 വില പിടിപ്പുള്ള അടിമകളെ വാങ്ങിയിട്ട് ഇതൊക്കെ ചൊല്ലി മോചിപ്പിച്ചു. എന്നിട്ട് അള്ളാഹിനോട് ദുആയിരുന്നു, ആ നേരത്തെ സൗണ്ട് കൂടി പോയതിൻ്റെ പകരമായിട്ട് ഞാൻ 2 അടിമകളെ വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ട്, പൊരുത്തപ്പെടണേ അല്ലാ. യാ റബ്ബ്, നമ്മളെങ്ങനെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മുമ്പിൽ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാണ് മഹാന്മാർ. അതാ മഹത്തുക്കളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. ലോകത്തെ ഏത് മഹാന്റെ ചരിത്രം എടുത്തു നോക്കിയാലും നമുക്ക് ഈ കഥ പറ്റും. എന്ത്? അവരുടെ ഒക്കെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാന കാരണം ഉപ്പ ഉമ്മ എന്നുള്ളതാണ്. നമ്മൾ വലിയ സംഘടനക്കാരനായി, ഭയങ്കര സാന്ത്വന പ്രവർത്തകനായി, അല്ലെങ്കിൽ ഇബാദത്തുള്ള ആളായി, സിയാറത്തിന്റെ ആളായി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഹൈറാത്തിന്റെ ആളായി, ഉപ്പക്കും ഉമ്മക്കും നമ്മളെ കിട്ടുന്നില്ല. പോയി, ജീവിതം പോയി, തീർന്നു ജീവിതം. ബാക്കിയുള്ള പോലല്ലേ, ഞാൻ ആവർത്തിച്ചു പറയണത്, ബാക്കിയുള്ള തെറ്റൊക്കെ തെറ്റിന്റെ ശിക്ഷ പോസ്റ്റ് പോണ്ടാണ്, ആഖിറത്തിലേക്കാണ്. ഇത് പ്രീപോണ്ട് ഇവിടുന്ന് തന്നെ കിട്ടും. അല്ലാഹ് ആ വിഷയത്തിൽ ഒരു കൺസെഷനും കാണിക്കൂല. അത് ഇവിടുന്ന് തന്നെ കിട്ടിത്തുടങ്ങും. ഹാക്കിം ഇമാമിന്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാതാപിതാക്കളെ വിഷമിപ്പിച്ചിന അതിന്റെ ഫസ്റ്റ് ഡോസ് ഇവിടുന്ന് തന്നെ കിട്ടിത്തുടങ്ങും. വലനുദീകന്നഹും മിനൽ അദാബിൽ അദ്ന, ചെറുത് ഇവിടുന്ന് തന്നെ കിട്ടും. ദൂനൽ അദാബിൽ അക്ബർ, വലുത് വേറെ വരും. ബാക്കി പോലെയല്ല, അത് ഇവിടുന്ന്, അത് അസിലല്ലേ. അവരില്ലെങ്കിൽ നമ്മൾ ഉണ്ട് ഈ ലോകത്ത്. 20 എല്ല് ഒന്നിച്ച് പൊട്ടുന്ന വേദനയാണ് ഒരു പ്രസവം നടക്കുന്ന സമയത്ത് ഉണ്ടാവുക. ആ സമയത്ത് നമ്മൾ ഇത്രയും വേദന അനുഭവിച്ചിട്ട് ഉമ്മ ആ ഒരു സന്തോഷിച്ചിട്ടുണ്ടായപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആ ചിരി കണ്ടപ്പോഴാണ്, കുറച്ച് ചിരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ മോള് എൻ്റെ മോന് വലുതായാൽ എന്നുള്ള പ്രതീക്ഷയില്ല. എന്നിട്ട് കുറച്ച് ഫേസ്ബുക്കും ട്വിറ്ററെല്ലാം പഠിക്കുമ്പോഴേക്ക് ഉമ്മാക്ക് എന്താ ഇവിടെ കാര്യം, ഉമ്മ എന്തിനാ എൻ്റെ കാര്യം നോക്കേണ്ടത് എന്ന് ലിബറലായാൽ ഇന്ന അള്ളാഹ് വെറുതെ വിടുവോടാ? വെറുതെ വിടുവോ? എന്തുണ്ടായിട്ട് എന്താ വേണ്ടത്? അതുകൊണ്ട് ആദ്യം ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തം വാങ്ങണം. ഉപ്പ നമ്മളെ വല്ലാണ്ടൊന്നും സംസാരിക്കുകയും ചെയ്യില്ല, പാവം. പക്ഷെ ആ കണ്ണെന്ന് ഒരു തുള്ളി കണ്ണീര് വീഴണ്ട. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞാൽ മതി, നേരൊക്കെ ഷുവറാക്കാം. 70,000 മലക്കൾ നമുക്കെതിരെ ദ്വാരക്കും. കൊടുങ്കാറ്റായിരിക്കും, ടെമ്പസ്റ്റ് ആയിരിക്കും, കൊടുങ്കാറ്റ്. പിന്നെ നമുക്ക് പിടിച്ചേക്കാൻ കഴിയില്ല. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കണ്ണെന്ന് ഒരു തുള്ളി വീഴണ്ട, ആ വെള്ളം നിറഞ്ഞാൽ മതി. നമ്മളെ ജീവിതം ദുനിയാവും ആഖിറവും ബാത്തിലായി പോകും. എന്തിബാത്ത് ഉണ്ടായിട്ട് എന്താ കാര്യം? സ്വതക്കയുടെ വിഷയത്തിലും നോമ്പിന്റെ വിഷയത്തിലും ഭയങ്കര സംഭവമായിരുന്നില്ലേ? അൽഖമർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി മരിക്കണ സമയത്ത് ദിക്ർ എല്ലാം കഴിയാത്ത എന്തായിരുന്നു? കല്യാണം കഴിച്ചപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആര് കൊടുത്തുപോയി? ഭാര്യ കൊടുത്തുപോയി. ഉമ്മ ചെറുതായി പോയി, ഉമ്മക്ക് വിഷമായി. എന്തെല്ലാം ഇബാദത്ത് ഉണ്ടായിരുന്നു. മരിക്കണ സമയത്ത് പിടിച്ചു കെട്ടി നാവ്, അള്ളാഹ് പിന്നെ മിണ്ടാൻ വിടുന്നില്ല. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാളുടെ ആഖിബത്ത് ചീത്തയായി പോകുന്നത് 4 കാരണത്താലാ. അതിൽ ഒന്നാമത്തെ എന്താണെന്നറിയാം?
ഉപ്പാനും ഉമ്മാനും വിഷമിപ്പിച്ചാൽ തീർന്നു, നമ്മുടെ ജീവിതം തീരും. ഈമാൻ തന്നെ തരൂല, പിന്നെ ആഖിബത്ത് ചീത്തയായി പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നല്ല ശ്രദ്ധിക്കണം ഈ വിഷയം, പലരും ശ്രദ്ധിക്കാറില്ല. നാട്ടിൽ ഭയങ്കര സംഭവം. ഉമ്മാക്ക് പിന്നെ ഓനൊന്നിനും കിട്ടൂല. ഉമ്മാൻ്റെ അടുത്ത് പോകുമ്പോൾ എൻ്റെ തനി സ്വഭാവം പുറത്തേക്ക് വരും. നാട്ടുകാരടുത്ത് ഭയങ്കര സജീവൻ തന്നെ, പ്രളയ ഭൂമിയിലുണ്ട്, സജീവൻ തന്നെ, മയ്യത്തിനെടുക്കുന്നിടത്തുണ്ട്, കൊറോണയുടെ വിഷയത്തിൽ ഹോസ്പിറ്റലിൽ എല്ലാം നല്ല തന്നെ, ഒക്കെ വേണം. പക്ഷേ അസില് വിട്ടിട്ട് കളിക്കാൻ പാടില്ല. ഉപ്പക്കും ഉമ്മക്കും നമ്മളെ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കണത്? രണ്ടാമത്തത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തം എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തത് നമ്മൾ ജീവിതത്തിൽ ചെയ്ത, ഉപ്പാക്കും ഉമ്മാക്കും ജീവിതത്തിൽ ചെയ്തു കൊടുത്ത ഒരനുഗ്രഹം പോലും അങ്ങോട്ട് എടുത്തു പറയാൻ പാടില്ല. ഓ, എന്തൊരു സൗന്ദര്യമുള്ള മതം നമ്മളെ മതം. ഉപ്പാനോടും ഉമ്മാനോടും ജീവിതത്തിൽ ഒരു വട്ടം പോലും എടുത്തു പറയരുത്. എന്ത്, ഞാനെല്ലാം മിന്നാന്ന് 5000 രൂപ അക്കൗണ്ടിൽ ഇട്ടെന്ന്, ഇതെന്താ പൈസ പറിക്കുന്നുണ്ടാന്ന്. അയ്യടാ, ഈ 5000 എന്ന് പറയാൻ പഠിച്ചത് ആ അമ്മിനിപ്പാല് കുടിച്ചിട്ടാ. അവിടുന്നാടാ എൻ്റെ പല്ല് മുളച്ചത്, നാവ് നീണ്ടത്. 5000 ആക്കുമ്പോക്ക് നീ സംഭവമായി. എത്ര 5000 കൊണ്ടാടാ നിന്നെ ഈ ഡിഗ്രി ലെവലിലേക്ക് എത്തിച്ചത്. 5000 ആക്കുമ്പോക്ക് പ്രവാസ ലോകത്തുനിന്ന് അവൻ്റെ വോയിസ് മോനെ ഉരുകി തീരും ദുനിയാവെന്ന്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉമ്മക്കുപ്പക്കും ചെയ്തു കൊടുത്ത ഒരു കാര്യം പോലും അങ്ങോട്ട് പറയാൻ പാടില്ല. പെൺകുട്ടി പറയാ, ഞാൻ ബെഡ്റൂമും കിച്ചനും എല്ലാം വൃത്തിയാക്കിയില്ല, സെൻട്രൽ ആളല്ലോ. ഇനി ഇത്താത്തനോട് പറയും ഉമ്മാക്കും ഉമ്മയും കുറച്ചുകൂടി. എത്താടാ പറയണത്? നീ ഇന്നല്ലേ അടിച്ചു വരാൻ പഠിച്ചത്? ആ മടിത്തട്ടിലല്ലേ നമ്മൾ കാഷ്ടിക്കാനും മൂത്രയിക്കാനും തുടങ്ങി തന്നെ. ഇപ്പല്ലടാ ബമ്പേഴ്സ് കൾച്ചേഴ്സ് ഒക്കെ വന്നത്. എന്നിട്ട് ആ ഉമ്മാനോട് ഡയലോഗാ. എവിടെന്നാ മോനെ ഇതൊക്കെ പഠിച്ചേക്കണത്? അദബുകേടാണ്, അദബുകേടാണ് ഇതൊക്കെ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, നീ ജീവിതത്തിൽ ഉപ്പക്കുമ്മക്കും ചെയ്തു കൊടുത്തു ഒരു കാര്യം അങ്ങോട്ട് എടുത്തു പറയരുത്, എൻ്റെ സ്വതക്ക ബാത്തിലാവും. സാധാ സ്വതക്ക എന്നെ എടുത്തു പറഞ്ഞാൽ ബാത്തിലാവും, ശരിയാണ്. പക്ഷെ ഉപ്പാനോടും ഉമ്മാനോടും സ്വതക്കയോ ഹൈറാത്തുകളോ എടുത്തു പറഞ്ഞാൽ സ്വതക്ക ബാത്തിലാവുമെന്ന് മാത്രമല്ല, അത് അദബുകേടായിട്ട് സംഭവിക്കുകയും ചെയ്യും. അത് നമ്മളെ ജീവിതത്തിൽ സൈഡ് എഫക്റ്റ് ആയിട്ട് പലതും ഉണ്ടാവും. അതേസമയത്ത് ഉപ്പാക്കും ഉമ്മാക്കും മക്കളോട് അത് പറയാ, ആ സ്വതക്ക് ബാത്തിലാവും ചെയ്യില്ല. ഉപ്പാക്കും ഉമ്മാക്കും പറയാ, എന്ത്, എടാ നിന്റെ ആ +1 പരീക്ഷ ഫീസ് അടക്കാൻ കഴിയാത്ത ആ ഘട്ടത്തിൽ എൻ്റെ ഉപ്പ എന്താ, നീ ഇപ്പൊ ഉപ്പാക്ക് 2 ഗുളിക വാങ്ങി കൊടുക്കുമ്പോൾ ഡയലോഗ് ഇളക്കിയില്ലേ, കൊണ്ട് പാടാ, നിന്റെ ആ ഫീസ് അടക്കാൻ കഴിയാത്തോണ്ട് അന്ന് ഉപ്പ നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ടാണ് പൈസ ഉണ്ടാക്കിയത്, എന്നിട്ട് അതിൻ്റെ പരീക്ഷ ഫീസ് അടിച്ചത്. നിന്റെ ഇപ്പോഴത്തെ ഡയലോഗ് എന്താടാ പറഞ്ഞത് എന്ന് ഉമ്മക്ക് പറഞ്ഞാൽ ആ സ്വതക്ക ബാത്തിലാവൂല. പറയാം, ഉപ്പക്കുമ്മക്ക് അത്രയും അർഹത അള്ള കൊടുത്തിട്ടുണ്ട്, ആ സ്വതക്ക ബാത്തിലാവൂല. മക്കളെ, എൻ്റെ പൊന്നു ഹബീബ്മാരെ, പ്രിയപ്പെട്ട പെൺകിടാങ്ങളെ, നിങ്ങൾ ഒരു കാലത്തും ഉപ്പക്കും ഉമ്മക്കും ചെയ്തു കൊടുത്ത ഒരു കാര്യം അങ്ങോട്ട് പറയരുത്. ഭർത്താവിനോടും പറയരുത്, ഭാര്യയോടും പറയരുത്. ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്തല്ല ഭാര്യമാരോട് പറയുന്ന കുറെ പെൺകൂസന്മാരുണ്ട്. എന്തൊരു കഥ എന്ന് പറയേണ്ടത്, എന്ത് കഥ? ഉമ്മനോട് വിളിച്ചു പറയും, ഞാൻ ഓളെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടിട്ടുണ്ട്, ഓൾ അതിന് 2000 തരും. അയ്യ, എന്ത് വൃത്തിയേടാത്! ഉമ്മക്ക് കൊടുത്തിട്ട് കൊടുപ്പിക്കണം. അയ്യേ, ഇതൊരു വൃത്തികേടായി പറയണത്. ഉമ്മക്ക കൂടുതൽ പ്രാധാന്യം, ഭാര്യക്ക് ഭാര്യൻ്റെതായ പ്രാധാന്യമുണ്ട്. അതാ ലോകത്ത് നമ്മൾ പഠിക്കണം. ഉമ്മ നല്ല സ്നേഹിക്കണം. മൂന്നാമത്തത് എന്തേ? അവരോട് ഗുണം ചെയ്യാന്ന് പറഞ്ഞാൽ മൂന്നാമത്തത് എന്താ? 1, അവരെക്കാൾ ശബ്ദം ഉയർത്തരുത്. 2, അവർക്ക് ചെയ്തു കൊടുത്ത ഒരനുഗ്രഹവും നമ്മൾ എടുത്തു പറയാൻ പാടില്ല. മൂന്നാമത്തത്, അവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാത്തവരുടെ ജീവിതം ദാരിദ്ര്യത്തിൽ എത്തിപ്പോകുമെന്ന് ഇമാമിങ്ങൾ പറയുന്നത് കാണാം. അവരുടെ ജീവിതത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാവില്ല. എല്ലാ നിസ്കാരശേഷവും എൻ്റെ ഉമ്മക്ക് ഉപ്പക്ക് ദുആ ചെയ്യാറുണ്ടെന്ന് മഹാന്മാരായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാര് പറയുന്നുണ്ട്. എല്ലാ നിസ്കാരശേഷവും നമ്മൾ ദുആ ചെയ്യണം. അവരില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലല്ലോ. നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കി,
നമ്മളിപ്പോൾ ഇന്ന് ടോയ്ലറ്റിൽ പോയാൽ ഇടത്തേക്ക് കൊണ്ടാണല്ലോ നജസ് തൊടേണ്ടി വന്നാൽ വെള്ളം വലത്തേക്ക് കൊണ്ടൊക്കെ അടിച്ചാൽ പോലും അല്ലേ കാഷ്ടവും മൂത്രമൊക്കെ ടച്ച് ചെയ്യേണ്ടി വന്ന ഇടത്തേക്ക് കൊണ്ടേ തൊടുള്ളൂ. നമ്മളെ കാഷ്ടവും മൂത്രവും വലത്തേക്ക് കൊണ്ട് തൊട്ട ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉമ്മയിരിക്കും. ഉമ്മാക്കെന്ത് വലത്തേക്ക്, ഉമ്മാക്കെന്ത് അടുത്തേക്ക്. പാവം പച്ച സാധു, അവർക്ക് സ്വർഗം കൊടുക്കണേ റഹ്മാനെ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, യൂട്യൂബിൽ കയറിയിട്ട് ഉമ്മാനെ കുറിച്ചിട്ടുള്ള വയല് കേട്ടിട്ട് കരീനേക്കാൾ ബുദ്ധി എന്താ നല്ലതെന്നറിയാം? ഉമ്മ ഉള്ള കാലത്ത് ചിരിപ്പിക്കലാണ്. മരിച്ചിട്ട് കുറേ ടെൻഷൻ ആകുന്നതിനേക്കാൾ നല്ലത് അൽഹിഖുഹുമാ കമാ അബ്കൈതഹുമാ. ഹദീസിൽ കാണാം, ഒരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞ്, ഞാനും തങ്ങളൊന്നിച്ച് ഹിജറക്കും ബൈഅത്തിനൊക്കെ ആയിട്ട് വന്നതാ, സമരത്തിനും ഹിജറൊക്കെ ആയിട്ട്. എൻ്റെ വേർപാടിൽ വഹുമാ യബ്കാൻ, എൻ്റെ ഉപ്പിയമ്മയും കരയാണ്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, സെക്ടർ മീറ്റിംഗും ഡിവിഷൻ മീറ്റിംഗല്ല, പിന്നെ ആദ്യം ഉമ്മാക്ക് ഗുളിക വാങ്ങിക്കൊടുത്തിട്ട് വാ. വേണ്ട, അൽഹിഖുഹുമാ കമാ അബ്കൈതഹുമാ. കരയിപ്പിച്ചില്ല, നീ പോയി ചിരിപ്പിച്ചിട്ട് വാ ബാക്കി. എന്നിട്ട് നമ്മളോട് ഉമ്മ പറയാണ്, ഉമ്മാക്ക് എന്തോ പേടിയാന്ന്, മോൻ ഇന്ന് രാത്രി എന്തോ ലൈറ്റെല്ലാം ഇടയ്ക്കിടെ പോകുന്നുണ്ട്, നല്ല മഴയാണ്, നീ ഇന്ന് പള്ളിയിൽ പോകണ്ട, ഇന്ന് ഉമ്മാൻ്റെ കൂടെ ജമാഅത്താക്കി നിസ്കരിച്ചോ മോന്. 26 ആവല്ലേ എന്നൊന്നും ഡയലോഗ് കേൾക്കാൻ പറ്റില്ല. ഉമ്മ എന്താ പറയണ അതിനനുസരിച്ച് ചെയ്താൽ മതി. കണ്ട, ഉമ്മാക്ക് അത്രയും സ്ഥാനമുണ്ട്. അവർക്ക് ദ്വാ ഇറക്കണം. അവർക്ക് ദ്വാ ഇല്ലെങ്കിൽ പിന്നെന്തിനാ നമുക്ക് നാവ്? ആ ഉപ്പക്കുമ്മക്കല്ലേ നമ്മൾ ദ്വാ ഇറക്കേണ്ടത്. നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു അവര്. നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഉമ്മാക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞിനാ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? പോയാൽ തന്നെ നമ്മൾ തിരക്കഭിനയിക്കൂലേ? മറ്റേയാളില്ലേന്ന് ചോദിക്കൂലേ? 8 മക്കളെ ഒരു വിഷമവും ഇല്ലാണ്ട് ഉമ്മ പോറ്റിയിട്ടുണ്ടെങ്കിലും ഒറ്റ ഉമ്മാന് ഈ 8 മക്കൾക്ക് പോറ്റാൻ കഴിയണില്ലല്ലോ. ഗൾഫിൽ നിന്ന് വിളിച്ചു പറയും പെങ്ങളോട്, അടന്നെ താമസിപ്പിച്ചോ, പൈസ എന്താന്ന് വെച്ചാൽ അച്ചരാ. പിന്നെ നമ്മളെ വീട്ടിലാകുമ്പോൾ ഓക്ക് തീരി പിടിക്കൂലോ. എന്തിനാടാ ഈ പെൺകൂസനായി ജീവിക്കണത്? അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർ. ചില ആൾക്കാർ ഈ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ, നമ്മുടെ നാട്ടിലെ താമസം പെൺകുട്ടികളെ വീട്ടിൽ തന്നെയല്ലേ കല്യാണം കഴിഞ്ഞാൽ. ഇവള് ഭയങ്കര മൂഡ് ഓഫിലോ. എന്താ കല്യാണം കഴിച്ചിട്ടും എന്താണ് എനിക്കൊരു മൂഡ് ഓഫ് എന്ന് വെച്ചാൽ പറയല് മിസ്സിങ്. ആരെ? ഹസ്സിന്റെ മിസ്സിങ്. അതാ കാരണം. എപ്പം വാട്സപ്പിൽ തന്നെ ആയിരിക്കും. ഉമ്മാക്കുപ്പാക്ക് എന്തിനും കിട്ടോ? ഇല്ല, കിട്ടൂല. എന്നിട്ട് പിന്നെ ഒരു പോക്കുണ്ട് ഓള്. അപ്പോൾ ഉപ്പാനോട് ഉമ്മ വിഷയാവതരണം നടത്തുന്ന ഒരു കോലമുണ്ട്. എന്തേ ഓള് പോക്കായി പോലും ഫൗസിയ, എന്തേ ഓറെടുത്താൽ പോകുന്നു പുതിയ ആപ്പിൾ. പോയിക്കോട്ട്, സന്തോഷം തന്നെ. അങ്ങനെ പോകും. അങ്ങനെ പോയി. പിന്നെ എല്ലാ ദിവസവും അസറസ്കാരം കഴിഞ്ഞിട്ട് ഈ ഉമ്മ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഉമ്മ ഭാര്യനോട്. ഉപ്പ വന്നിട്ട് ചോദിക്കും ഉമ്മാനോട്, എന്ത് ഓള് വിളിച്ചിനാണ്, വിളിക്കോ? ചില പ്രവാസികൾക്കൊരു അസുഖമുണ്ട്, ഭാര്യനെ ഭയങ്കരമായിട്ട് വിളിക്കും. എന്നിട്ട് ലാസ്റ്റ് എല്ലു കഴിഞ്ഞിട്ട് എന്താക്കും? ഉമ്മില്ലേ ഒന്ന് കൊടുക്കോ, ഉറങ്ങീനാ? ശരി. ഈ നട്ടപ്പായരാക്ക് ഉമ്മ എന്തായാലും ഉറങ്ങുമല്ല. ഓറ് വിളിക്കൽ ഓരോ ജോലിയും കഴിഞ്ഞിട്ടല്ലേ. ഉമ്മാനെ മാത്രം വിളിക്കാൻ സമയം കണ്ടെത്തണം പ്രവാസി സുഹൃത്തുക്കളെ. ഉമ്മാനെ മാത്രം. അതൊരു പരിഗണനയാണ്. അത് നിങ്ങൾക്ക് മഹബത്തുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഉമ്മാക്ക് മാത്രമുള്ളൊരു കോള്. എല്ലാ കിന്നാരും കഴിഞ്ഞിട്ടല്ല ഉമ്മാനോട് സംസാരിക്കേണ്ടത്. നിന്റെ ഭാര്യനെ നീ ഇന്നലെ കണ്ടതാ, നീ ജനിച്ചപ്പോൾ ആദ്യം കണ്ട പെണ്ണ് ഉമ്മയാ. അതെപ്പോൾ മനസ്സിലാക്കണം. ഇത് പിന്നെ ഒന്നും ഫോണൊന്നും വിളിക്കൂല ഈ മോള്. പിന്നൊരു വിളിയുണ്ട് പെട്ടെന്ന്. അപ്പൊ ഈ അജാരി ചോദിക്കും, എന്തേ മോള് വിളിച്ചിന്? എന്താന്ന് ബുർജ് ഖലീഫ കാണണ്ടേ എന്നല്ല ചോദിക്കുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ 7-ാം മാസമായി. അപ്പൊ ഈറ്റിന് ഒരാളെ വേണം, അതാണ് സംഭവം. അതിനാ ബുർജ് ഖലീഫ കാണണ്ടേ. ഉഡായിപ്പ്. UAE-ലാണെങ്കിൽ, ഒമാനിലാണെങ്കിൽ സലാല സിയാറത്തിനെല്ലാം പോണ്ടെന്നായിരിക്കും ചോദിക്കല്. എന്നിട്ട് ഉമ്മാനൊരു കൊണ്ടുപോക്കുണ്ട്. എന്തിനെന്നറിയാം? ഓളെ പ്രസവാനന്തര പരിചരണം നടത്താൻ. ഈറ്റിന് യജമാനത്തി പെണ്ണിനെ അടിമ സ്ത്രീ പ്രസവിക്കുന്ന കാലം വരുമെന്ന് കാലം നേരത്തെ കണ്ട് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാനെ കൊണ്ടുപോകും പണിക്കാരത്തിയായിട്ട്.
ഉമ്മ എന്നെ ചെയ്താലേ അനക്കൊരു റാഹത്താവുന്നു. ഇതുവരെ പോകാത്ത അതിൻ്റെ അങ്ങനെ ഒരു പരിചരണം എല്ലാം കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞ ഒരു സംഭവമായല്ലോ. പിന്നെ ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് താമസിക്കണം. പ്രവാസികളുടെ റൂമാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. കാല് നീട്ടിയാൽ ചിലപ്പോൾ മുളക് പൊടീൻ്റെ ഡബ്ബിയെല്ലാം പൊട്ടും, താഴെ പോകും. അപ്പോൾ ഈ പുതിയാപ്പിളക്കയുടെ റൂമിൽ കയറണല്ല, അതിന് ഉമ്മാനെ ഇടുന്ന് പോകുമ്പോഴോ പെട്ടെന്ന് ഈ പൗസിയ ഒന്നും കൂടി ഒരു അഭിനയം. ഉമ്മ എന്താ ഉപ്പാൻ ഞാൻ സ്വപ്നം കണ്ടിരുന്നു, എന്താ ഒറ്റക്കല്ലേ? അപ്പൊ ഇത്ര 3 മാസം ഒറ്റക്കല്ലേ ഇരുന്ന സംഭവം ആവശ്യം കഴിഞ്ഞല്ല, ഇനി മാപ്പിളുണ്ടല്ലോ. അതാ സംഭവം. അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുന്ന കാലം. ഈ ഉമ്മ അടിമ സ്ത്രീയും പ്രസവിക്കപ്പെട്ട പെണ്ണ് യജമാനത്തി രാജ്ഞിയും. എന്നിട്ട് പിന്നെ പുതിയാപ്പിളുടെ വക ഒരു അഭിനയം ഉണ്ടാവും. എന്നാ പിന്നെ ഉമ്മ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമല്ലായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. എങ്ങനെങ്കിലും ഏതായാലും നാട്ടിൽ പോകുന്നല്ലേ എന്നിട്ടൊരു ഷോപ്പിൽ കൊണ്ടുപോകും. ആ ഷോപ്പ് വലിയ സംഭവം ആയിരിക്കൂല, കൊല്ലു ഷെയ്ൻ ദിർഹമേനി ആയിരിക്കും. എന്തെടുത്താലും 2 ദിർഹമായിരിക്കും. 2 സ്പൂണും 3 കയ്യിലും ഒരു പ്ലേറ്റും എടുത്താൽ ഉമ്മാക്ക് സന്തോഷമാവില്ല. നല്ല രസമില്ലേ കേൾക്കാൻ? നല്ല രസമുണ്ടല്ലേ? ഈ ദുനിയാവും തന്നെ മൂക്കൊണ്ട് വരച്ചിട്ടല്ലാണ്ട് അള്ള മരിപ്പിക്കൂല. നിന്റെ മക്കളെ കൊണ്ട് നീ അനുഭവിക്കും. ബർറു ആബാഅക്കും തബറു ഔലാദക്കും എന്ന ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്. നീ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ നിന്റെ മക്കൾ നിന്നെ ബഹുമാനിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടും. ബാക്കിയുള്ള പോലെയല്ല, ഞാൻ ആവർത്തിച്ചു പറയണത്. മാതാപിതാക്കളെ നല്ല സ്നേഹിക്കണം, അവർക്ക് ദ്വാരക്കണം, അവരെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കരുത്. നമ്മൾ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്. അവർക്ക് വേണ്ടി എപ്പോഴും ദ്വാ ചെയ്യണം. മഹാന്മാരുടെ ചരിത്രത്തിലുണ്ട്, ഈ ഭക്ഷണം ഉമ്മാക്ക് എന്തെങ്കിലും ആയിപ്പോകുമോ, തിന്നാൻ പ്രയാസമാവുമോ എന്ന് പേടിച്ചിട്ട് അവർ കടിച്ചിട്ട് ചവച്ചരച്ചിട്ടൊക്കെ ഫുഡ് കൊടുത്തവരുണ്ട്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ എത്ര വരെ ഉണ്ടെന്നറിയോ? ഉമ്മാക്ക് കൊണ്ടു കൊടുത്ത വെള്ളത്തിൻ്റെ പാത്രം ഈ കുടം പിടിച്ചതിൻ്റെ കാരണം കൊണ്ട് തണുപ്പുകൊണ്ട് കൈ മുറിവായിന്നാ. അത്രയും നേരം ഇങ്ങനെ കൈ പിടിച്ച് ഉമ്മാൻ്റെ ഉറക്ക് പ്രയാസപ്പെടുത്താതെ നിന്നു. അതിന് അന്നത്തെ കാലത്ത് ഉമ്മമാരും മക്കൾക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മക്കൾ വന്നാൽ ഉമ്മാൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് ഉള്ളിൽ കയറൂല എന്ന് കണ്ടാൽ ഉമ്മ നിസ്കാരം കുറച്ച് ദീർഘിപ്പിക്കും. എൻ്റെ മോനിക്ക് കൂലി കൂടുതൽ കിട്ടട്ടെ. ഇത് നമ്മൾ ഉമ്മ നിസ്കരിക്കുമ്പോൾ അമ്മ കോളിംഗ് ബെല്ലടിച്ചാൽ എത്ര സാമ്യയുടെ മാൻഷമായ ഏതെല്ലാം ഭാഷ. മോനെ, നിന്റെ ജീവിതം തകരുന്ന ഒരു വാക്കും നമ്മൾ പറയാൻ പാടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എപ്പം വീട്ടിൽ കയറുമ്പോഴും ഉമ്മനോട് സലാം പറഞ്ഞ് ഉമ്മക്ക് ദുആ ചെയ്യാതെ വീട്ടിലേക്ക് കയറാറില്ല. അവസാനം ഉമ്മാക്ക് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മായെ താങ്ങിയെടുത്തിട്ട് ടോയ്ലറ്റിക്ക് കൊണ്ടുപോകും. ഉമ്മക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. ഉമ്മാക്ക് മുടി വാരിക്കൊടുത്ത് ഉമ്മായുടെ തലയിൽ ചൊറിച്ചിൽ വരുമ്പോൾ പേനൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു ശൈലിയാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ തങ്ങൾക്ക് ഇബാദത്തിന് വല്ല കുറവുണ്ടോ? നബി തങ്ങളുടെ ഇരുത്തത്തിലും നടത്തത്തിലും വിജയത്തിലും മുന്നേറ്റത്തിലും യാത്രയിലും കൂടെ നടന്ന സ്വഹാബിയല്ലേ. കേട്ട ഹദീസ് മുഴുവനും രാത്രി ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന മഹാനല്ലേ. ലോകത്തെ ഹദീസ് പണ്ഡിതരിൽ ഏറ്റവും മെമ്മറിയുള്ള മഹാനല്ലേ. എല്ലാ വുളു മുറിയുമ്പോഴും വുളു എടുത്ത് എപ്പോഴെല്ലാം വുളു എടുത്തോ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മഹാൻ. അവിടുത്തെ തസ്ബീഹ് മാലയിലെ മണികളുടെ എണ്ണം തന്നെ 2000 ആ 2000 തസ്ബീഹ് മാലയുടെ മണികളുള്ള ആ തസ്ബീഹ് മാല കൊണ്ട് 6 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലി തസ്ബീഹ് ചൊല്ലി 12000 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലാത്ത ഒറ്റ ദിവസം അബൂ ഹുറൈറ തങ്ങൾക്കില്ല. എന്നിട്ടും വഫാത്താവുമ്പോൾ കരയുകയാണ്. എന്തിനാ കരയുന്നതെന്ന് ചോദ്യം വന്നപ്പോൾ സഫരീ തൊവീലുൻ, എൻ്റെ യാത്ര നീണ്ടതാണ്, എന്തെല്ലാം ലോകം എനിക്ക് കാണാനുണ്ട്, വസാദി ഖലീൽ, എനിക്ക് കയ്യിലൊന്നും ഇബാദത്തില്ലെന്ന് പറഞ്ഞ മഹാൻ. ഇത്ര വലിയ സൂഫിയായിട്ടും അബൂ ഹുറൈറ തങ്ങളുടെ പണി എന്താണെന്നറിയോ? ഉമ്മക്ക് എന്തെല്ലാം വേണോ ഒക്കെ ചെയ്തു.
നമ്മൾ ദ്വാരക്കുന്ന മക്കളാവണം. ഞാനിപ്പോൾ നിങ്ങളോട് വെറുതെ ചോദിക്കണം, നിങ്ങൾ കൈയൊന്നും ഉയർത്തണ്ട. ഇന്ന് എത്ര ആൾ ഉപ്പാക്കും ഉമ്മാക്കും ദ്വാരുന്നതിനെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര ആളുണ്ടാവും? അതുകൊണ്ട് നമ്മൾ ഉപ്പക്കും ഉമ്മയ്ക്ക് എപ്പോഴും ദ്വാര ചെയ്യണം. അള്ളാഹു അവരുടെ ഖബർ സ്വർഗാക്കട്ടെ. ജീവിച്ചിരിപ്പുള്ളവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നാലാമത്തത് മാതാപിതാക്കളുടെ പൊരുത്തത്തെക്കുറിച്ച് മഹാന്മാര് പറയുകയാണ്. ജീവിതത്തിൽ ഉപ്പനെയും ഉമ്മനെയും നോക്കുന്ന നോട്ടം മുഴുവനും സ്നേഹമസൃണമായ നോട്ടായിരിക്കണം. എപ്പോഴും സ്നേഹത്തോടെ മാത്രമേ മാതാപിതാക്കളെ നോക്കാൻ പാടുള്ളൂ. മാതാപിതാക്കളെ സ്നേഹത്തോടെ നോക്കിയാൽ നോക്കിയ മക്കൾക്ക് ഹജ്ജും ഉംറയും ചെയ്ത് കൂലി കിട്ടുമെന്നാ. വേറെ എവിടുന്ന ഇത് കിട്ടല്? അപ്പൊ ഒരു സ്വഹാബി ചോദിച്ചു, 100 തവണ ഒരു ദിവസം നോക്കിയാലോ? ഓ, കിട്ടുമല്ലോ. ഇത് ഉപ്പയുമ്മയും മരിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഉപ്പ ഉമ്മ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിന്റെ കാഴ്ച പോകുന്ന പോലെയാ. തീർന്ന് നമ്മളെ ജീവിതം ഇനി എന്താ ഉള്ളത്? ഉമ്മാന്ന് വിളിക്കാൻ ഒരാൾ വീട്ടിലില്ലെങ്കിൽ ആ വീടിന് എന്ത് സൗന്ദര്യം ഉണ്ടാവുക? നമുക്കെല്ലാം ഒരുക്കി തന്നവർ ആ ഉമ്മയല്ലേ. എന്ത് ഫ്രോഡായി കളിച്ച് മുടിയൊക്കെ നീട്ടി ഫ്രീക്കനായി നടന്നാലും ആ മക്കളും വീട്ടിലെത്തിയാൽ ആദ്യം നോക്കൽ ഉമ്മനല്ലേ. ആ ഉമ്മയില്ലാത്ത വീടിനെന്ത് വെളിച്ചം ഉണ്ടാവുക? ഉമ്മ വേണം, ഏത് കാലത്തും നമുക്ക് കിട്ടണം.